ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സായം സന്ധ്യയിൽ മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചന കേൾവിക്ക് വേണ്ടി തിരുവചനം പഠിക്കുവാനായിട്ട് ആവലോടും താല്പര്യത്തോടും കുവൈറ്റ് ഈ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്ന ദൈവത്തിന്റെ മക്കളായിരിക്കും നമുക്ക് ഇത്രയും പേർക്ക് കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ ദൈവം എന്നെയും പ്രാപ്തനാക്കിയതുകൊണ്ട് ഞാൻ സകല മഹത്വവും ദൈവത്തിന് ആദ്യം തന്നെ അർപ്പിക്കുന്നു. ഇവിടെ കുവൈറ്റുള്ള അഹമ്മദി ചർച്ച് ഓഫ് ഗോഡ് ക്രമീകരിക്കുന്ന ഈ ബൈബിൾ പഠന ദിവസങ്ങൾ നിശ്ചയമായിട്ടും നമ്മുടെ ഈ ദേശത്തുള്ള എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ക്ലാസ് ക്രമീകരിച്ച ചർച്ച് ഓഫ് ഗോഡ് അഹമ്മദി സഭയിലെ എല്ലാവരോടുമുള്ള ഞാൻ വിശേഷ നന്ദിയെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന ഷാജി ഇടുക്കി പാസ്റ്റർ വളരെ ചുറുചുറുക്കോടെ വളരെ ആത്മീയ താല്പര്യത്തോടെ ഈ ദേശത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പ്രിയ കർത്താവിദാസനെ കുടുംബത്തെയും ദൈവം ഉപയോഗിക്കുന്നതോർത്തും ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രി കൂടി വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി മുതൽ അടുത്ത 3 ദിവസത്തേക്ക് നമ്മൾ പഠിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവരാജ്യം എന്നുള്ളതാകുന്നു. ദൈവരാജ്യം എന്നതിനെ കുറിച്ച് നിരവധി പ്രസംഗങ്ങൾ ഒരുപക്ഷെ നാം കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ദൈവരാജ്യത്തിന്റെ അർത്ഥവും അതിന്റെ പ്രാധാന്യതയും ദൈവമക്കൾ ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ആഴത്തിലുള്ളതാകുന്നു എന്നത് ഓരോ ദൈവവിശ്വാസികളും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം അതെ പഠിപ്പിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയും ദൈവം എനിക്ക് നിയമം നൽകിയ പ്രകാരം ഇത് തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്കായിട്ട് ദൈവരാജ്യത്തെ കുറിച്ച് പഠനത്തിന് ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 18, 19, 20 വാക്യങ്ങൾ ആദ്യം നമുക്ക് ശ്രമിക്കാം. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിന്റെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നായിരിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പരിശുദ്ധനായുള്ള ദൈവമേ, ഈ രാത്രി അവിടുത്തെ വിലപ്പെട്ട വിശുദ്ധ വചനവുമായി ഞങ്ങൾ തിരുമുമ്പാകെ വരുന്നു. കർത്താവേ, ഇന്ന് രാത്രി കടന്നു വന്ന ഞങ്ങളെ അവിടുത്തെ വചനം പഠിപ്പിക്കണമേ. എഴുതപ്പെട്ട വചനത്തിന്റെ പിന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ പൊരുളുകൾ ഈ രാത്രി തിരുവചനത്തിന്റെ ആഴങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ടതിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നു. കർത്താവ്, ഞങ്ങൾ വന്നത് നിശ്ചയമായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, തിരുവചനം നന്നായി പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ, അപ്രകാരം മുന്നോട്ട് ചുവടുവെപ്പുകൾ വയ്ക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം ഈ ഹോളിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നന്ദി പറയുന്നു. കർത്താവിനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ, ആമേൻ. ഗിരിപ്രഭാഷണത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 18 മുതൽ 20 വാക്യങ്ങളിൽ വായിപ്പാനിടയായി തീർന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക വിഷയം ഏത് എന്ന് നാം ചോദിച്ചാൽ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന മറുപടി എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന ഒരൊറ്റ പദമായിരിക്കും.
യേശുക്രിസ്തു തന്നെ പഠിപ്പിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് ഇടയാക്കുന്നത്. എന്താണ് ഈ ദൈവരാജ്യം? 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നൽകിയിട്ടുള്ള വചനത്തിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി സ്വർഗരാജ്യമെന്നും മറ്റ് സുവിശേഷകന്മാർ ദൈവരാജ്യമെന്നും വിളിക്കുന്നത് രണ്ടല്ല, അത് ഒന്നാകുന്നു എന്ന് പ്രാരംഭത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമുണ്ട്. ഇവിടെ ദൈവരാജ്യത്തിൽ കടക്കുന്നവർ ആരാകുന്നു എന്ന് 20-ാം വാക്യം പറയുന്നു. ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ അപ്രകാരം കരുതുന്നവർ ഒരു കാരണവശാലും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് യേശുക്രിസ്തു പറയുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം സ്വർഗരാജ്യത്തിൽ കടക്കുക എന്നുള്ളതാണ്, സ്വർഗരാജ്യത്തിന്റെ അംഗമായി തീരുക എന്നുള്ളതാണ് ന്യായശാസ്ത്രി ആയിരിക്കുന്നതിലും പരീക്ഷനായിരിക്കുന്നതിലും സദൂക്യനായിരിക്കുന്നതിലും ഏറ്റവും വിലപ്പെട്ടത് എന്ന് യേശുക്രിസ്തു അടിവരയിട്ട് പറയുകയാണ്. സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ കടക്കാതിരിക്കാൻ ദൈവം ഇതിൽ ആഗ്രഹിക്കുന്നത്, അതാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് കടക്കണമെന്ന് പറയുമ്പോൾ കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് യേശു പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഏത് വിധേനയും ദൈവരാജ്യത്തിന്റെ അംഗമാവുകയും ആ ദൈവരാജ്യത്തിന്റെ അംഗമായി തുടരാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ആർക്കാണ് ദൈവപൈതൽ ആകാൻ കഴിയുന്നത്? ആർക്കാണ് ദൈവരാജ്യത്തിൽ അംഗമാകാൻ കഴിയുന്നത്? ദൈവ പൈതലാണെങ്കിൽ ദൈവ പൈതൽ ദൈവരാജ്യത്തിന്റെ അംഗമായിരിക്കണം. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയാണ് ദൈവമക്കൾക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടാകുന്നത്. എന്താ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ? ക്രിസ്തു എന്നതിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തു എന്ന പദത്തിന്റെ അർത്ഥം അഭിഷക്തൻ. എന്താണ് ക്രിസ്തു എന്ന പദത്തിന്റെ അർത്ഥം? അഭിഷക്തൻ. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന വ്യക്തികളാണ് ക്രിസ്ത്യാനികൾ. യേശു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? യേശു എന്ന പദത്തിന്റെ അർത്ഥം രക്ഷകൻ. സ്തോത്രം. യേശു എന്ന പദത്തിന്റെ അർത്ഥം രക്ഷകൻ. അപ്പം ദൈവത്തിന്റെ പൈതലായി തീരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ അംഗമാകാൻ കഴിയൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു. ദൈവമക്കൾക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തുണ്ടെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ദൈവ പൈതലാകാൻ കഴിയും? എങ്ങനെയാ കഴിയുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ ബേസിക്കലി ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, അവനെ കൈക്കൊള്ളുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ പൈതലാകാൻ കഴിയൂ. ദൈവത്തിന്റെ പൈതൽ ആയിട്ടുള്ളവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രാജ്യമാണ് ദൈവരാജ്യം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ ഒരാൾ ചോദിക്കുന്നതായി കാണാൻ കഴിയും. അത് തന്നെ മറ്റൊരർത്ഥത്തിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. എന്താണ് 25-ൽ കാണുന്നത്? 10-25 നിത്യജീവൻ
ഞാൻ നിത്യജീവൻ അവകാശിയായി തീരാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുകയാണ്. ഒരിക്കലും ചിന്തിക്കരുത് ഇത് സാധാരണ ഒരു ചോദ്യമെന്ന്. നന്നായി വചനപഠനമുള്ള, നന്നായി ന്യായപ്രമാണത്തിന്റെ നിയമവശങ്ങൾ പഠിച്ചിരിക്കുന്ന ഈ വ്യക്തി ചോദിക്കുകയാ, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിൽ കടക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോസ്തലപ്രവൃത്തി 16:30-31 വായിക്കുമ്പോൾ, ഞാൻ രക്ഷ പ്രാപിപ്പാൻ, യജമാനന്മാരെ ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? എവിടുന്ന് എങ്ങോട്ട് രക്ഷ പ്രാപിപ്പാനാണ്? ഭൗമികമായ ഈ ലോകത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പാപത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് നീതിയുടെയും ന്യായത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കൂട്ടായ്മയുടെയും പങ്കുവെക്കലിന്റെയും ലോകമായിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ അംഗമായി തീരുവാൻ, ശിക്ഷയിൽ നിന്ന് മാറി ദൈവത്തിന്റെ ഭൃത്യനായി തീരുവാൻ, ദൈവത്തിന്റെ പൈതലായി തീരുവാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്നാണ് അവിടെ ഈ ശതാധിപൻ ചോദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതേ കാലഗ്രഹത്തിന്റെ പ്രമാണി ചോദിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പൈതലിന് മാത്രമേ ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഭാരതം വിട്ട് ഈ രാജ്യത്ത് താമസിക്കാനായിട്ട് തീരുമാനിച്ചത്? എന്തുകൊണ്ടാ? നമ്മുടെ രാജ്യമാണല്ലോ ഭാരതം, അല്ലെ? ജനിച്ചു വന്ന രാജ്യം. കുറച്ചു കാലത്തേക്കാണെങ്കിൽ ശരി, നമ്മൾ ഈ രാജ്യത്തെ താമസിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തിന് ആ രാജ്യത്തെക്കാൾ ചില കാര്യങ്ങളിൽ ഒരു വിശേഷത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്ത് പാർക്കാനായിട്ട് തീരുമാനിച്ചത്. ചിലർ അമേരിക്കയിൽ പോകാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. ആ രാജ്യത്ത് പോകാൻ അവർക്ക് താല്പര്യം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ രാജ്യത്ത് മറ്റ് രാജ്യങ്ങളെക്കാൾ വിശേഷതയുള്ള പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അവർ ആ രാജ്യം തിരഞ്ഞെടുക്കുന്നത്. മറ്റു കാരണങ്ങളുണ്ട്. എന്നാൽ കലുഷിതമായിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ള ഒരു രാജ്യത്ത് പോകാൻ എത്ര പേർ തയ്യാറാണ്? താമസിക്കാൻ ചില ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ നിയമം നന്നായി നടപ്പിലാക്കുന്ന ചില വിശേഷതകളുള്ള രാജ്യത്തിന്റെ അംഗമാകാൻ എല്ലാവർക്കും താല്പര്യമാണ്, ഇഷ്ടമാണ്, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ ചിന്ത ഉണ്ടായില്ലെങ്കിലേ ഉള്ളൂ നമുക്കും സംശയമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ ദൈവരാജ്യത്തിന്റെ അംഗമായി തീരാൻ ആഗ്രഹിക്കുന്നത്? നിത്യജീവൻ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് ഈ വചനം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ദൈവരാജ്യത്തിന്റെ അനുഭവം പങ്കുവെക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പ്രസംഗിക്കുന്ന, തിരുവചനം പഠിപ്പിക്കുന്ന, നമ്മൾ കേൾക്കുന്ന, നാം അനുധാവനം ചെയ്യുന്ന ആ രാജ്യം വളരെ പ്രധാനപ്പെട്ടതും മറ്റെല്ലാ രാജ്യത്തെക്കാളും വിശേഷത ഉള്ളത് കൊണ്ടാണ് ഇന്ന് നാം അതിന്റെ അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നത്. ഈ രാജ്യത്ത് പല തരത്തിലുള്ള ജോലികളുണ്ട്, പല തലത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഈ തലങ്ങളിലൊക്കെ ജോലിക്ക് വേണ്ടി ഒരുപാട് പേർ അപേക്ഷ അർപ്പിക്കാറുണ്ട്. നിങ്ങൾ അതിൽ കേട്ടിട്ടുണ്ടോ? ഈ രാജ്യത്ത് വരാൻ താല്പര്യപ്പെട്ടിട്ട് ആഗ്രഹം സാധിക്കാതെ പോയവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? താല്പര്യപ്പെട്ടവർക്കെല്ലാം വരാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ? പറഞ്ഞാൽ ഇല്ല. ചിലര് ഡിസ്ക്വാളിഫൈഡ് ആയി, അയോഗ്യരായി തീരാറുണ്ട്. അപ്പൊ ഈ ലോകത്തിലെ ഒരു രാജ്യത്ത് അംഗമായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം ആ രാജ്യത്തെ അംഗമായി തീരാൻ പറ്റണമെന്നില്ല. ഉണ്ടോ? തീവ്രമായ ആഗ്രഹമുണ്ട് എനിക്ക് ആ രാജ്യത്തെ ഒത്തിരി ഇഷ്ടമാണ്, ആ രാജ്യത്തിന്റെ കറൻസി എന്തെങ്കിലുമുണ്ട്, ആ രാജ്യത്തിന്റെ ഭൂപടം എന്തെങ്കിലുമുണ്ട്, ആ രാജ്യത്തെ രാജാക്കന്മാരുടെ പണം എന്തെങ്കിലുമുണ്ട്, അതുകൊണ്ട് ആ രാജ്യത്തിലെ അംഗമായി തീരണം എന്നൊരാൾ ആഗ്രഹിച്ചാൽ നടക്കൂ? ഇല്ല. അപ്പൊ മനുഷ്യന്റെ തീവ്രമായ ആഗ്രഹം മാത്രം കൊണ്ട് ഒരാൾക്ക് ദൈവം ഈ പറഞ്ഞ രാജ്യം നേടിയെടുക്കാനോ അതിന് അംഗമായി തീരാനോ കഴിയത്തില്ല.
ഈ ലോകത്തിലെ രാജ്യത്ത് അങ്ങനെ ഗതിയെങ്കിൽ സ്വർഗരാജ്യത്തിൽ വേറെ ഏതെങ്കിലും രീതി പോകാൻ പറ്റില്ല. നമ്മുടെ ഈ രാജ്യത്ത് അല്പം കൂടെ പെട്ടെന്ന് വരാം. ചില രാജ്യങ്ങളാണെങ്കിൽ, അമേരിക്ക ഉള്ള രാജ്യങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്. പക്ഷേ യേശു എന്താ പറഞ്ഞത്? ചിലപ്പോൾ അമേരിക്കയിൽ പോകണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ യേശു എന്താ പറഞ്ഞാൽ മതിയാവും, ഇവിടെ വന്നിട്ട് നിങ്ങളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുക. അതിനു മുമ്പ് ആ രാജ്യത്തിന്റെ അംശം, ആ രാജ്യത്തിന്റെ സന്തോഷം നിങ്ങളെ ഞാനൊന്ന് പഠിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ സന്തോഷത്തിലൊന്ന് ആകാൻ പോവുകയാണ്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ആ രാജ്യത്തിന്റെ അനുഭവം നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ഇടയിലേക്ക് നൽകാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടുന്ന് അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല, ഡിസ്ക്വാളിഫൈഡ് അല്ലെങ്കിൽ പറ്റുന്നില്ല. പക്ഷെ അവര് പറയുക കുഴപ്പമില്ല, ആ രാജ്യം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്, നിങ്ങൾക്ക് ഇവിടെ അതുപോലെ ജീവിക്കാം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് പോലെയുള്ളൂ. യേശു കർത്താവ് നാം മരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവരാജ്യത്തിലെ അംഗങ്ങളായി ആ അനുഭവത്തിന്റെ പങ്കാളികളായി തീരാൻ കഴിയുമെന്ന് യേശു നമുക്ക് നൽകിയ പഠിപ്പിച്ചതാണ്. ഫിലിപ്പിലേഖനം 3:20 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് സ്വർഗീയ പൗരത്വത്തെ കുറിച്ച് കാണാൻ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പൊ പറഞ്ഞ ആശയം അല്പം കൂടെ വ്യക്തമാക്കാനാണ് ഞാൻ ഈ ഭാഗം പറയുന്നത്. റോമൻ സാമ്രാജ്യവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്ന ഒരു സ്ഥലമാണ് മാസിഡോണിയയിൽ ഉൾപ്പെട്ട ഫിലിപ്പി എന്ന് പറയുന്ന സ്ഥലം. മക്കതോനിയയിൽ ഉൾപ്പെട്ട ഫിലിപ്പി എന്ന സ്ഥലം. ഏഷ്യയും യൂറോപ്പിനെ വേർതിരിക്കുന്ന ഈജിയൻ കടലിന്റെ അടുത്തുള്ള സ്ഥലമാണ് ഈ മക്കതോനിയ എന്ന സ്ഥലം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, നാളുകൾ കഴിഞ്ഞിട്ട് ഈ റോമൻ പട്ടാളക്കാരായിട്ടുള്ളവർ വിവിധ സ്ഥലങ്ങളിൽ പോയി രാജ്യങ്ങൾ പിടിച്ചടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ രാജ്യങ്ങൾ പിടിച്ചടക്കാൻ തീരുമാനിച്ച് യാത്ര ചെയ്ത കൂട്ടത്തിൽ അവർ മക്കതോനിയയിൽ എത്തി. അങ്ങനെ മക്കതോനിയയിൽ ഫിലിപ്പി പ്രദേശങ്ങളിൽ അവർ പാർക്കുകയാണ്. അങ്ങനെ പാർത്ത് യുദ്ധം ചെയ്തു. ആ സ്ഥലം അവർ നേടിയെടുത്തു. പക്ഷേ ആ രാജ്യത്ത് തുടർന്ന് താമസിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കാരണം, പലരും ഷോർട്ടേജ് വന്നത് കാരണം ഇവർ തിരികെ പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തിരികെ പോകാൻ തീരുമാനിച്ചപ്പോൾ ഫിലിപ്പയിലുള്ള ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ തിരികെ പോകണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായം ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവരെ സഹായിക്കുവാനിടയായി. ഇത് കേട്ടറിഞ്ഞ കൈസർ എന്താ ചെയ്തതെന്നറിയാമോ? ഇവർക്ക് പ്രത്യുപകാരമായിട്ട് ഒരു സമ്മാനം പ്രഖ്യാപിച്ചു. ആ സമ്മാനം ഇതാണ്: നിങ്ങൾ നൽകിയ സഹായത്തിന് പ്രത്യുപകാരമായി ഞങ്ങൾ നിങ്ങൾക്ക് റോമൻ പൗരത്വം നൽകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലോ റോമൻ പൗരത്വമോ ഇല്ലാതിരുന്ന ഈ ഭാഗത്ത് താമസിക്കുന്നവർക്ക് റോമൻ ഗവൺമെന്റ് പൗരത്വം നൽകി. അന്ന് രണ്ട് തരത്തിലുള്ള രാജ്യങ്ങളുണ്ട് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ. ഒന്ന്, അവർ കീഴടക്കി ഭരിക്കുന്നു, നികുതി കൊടുക്കണം, പക്ഷെ റോമൻ പൗരത്വം കൊടുക്കില്ല. രണ്ട്, അവർ പൗരത്വം കൊടുക്കുന്നവർ. റോമൻ പൗരത്വം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അവൻ ആ റോമൻ ഭവനങ്ങളിൽ ആ രാജ്യത്ത് ജനിക്കണം, അല്ലെങ്കിൽ ഒരുപാട് പൈസ കൊടുത്ത് മാത്രമേ വാങ്ങിക്കാൻ കഴിയൂ. എന്നാൽ ഇവിടെ കാണുന്നത് ഈ രാജ്യത്തിന് സമ്മാനമായിട്ട് അവർ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ റോമിലേക്ക് പോകണം, റോമിന്റെ ഒരു പൗരത്വം നേടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു വലിയ സ്വപ്നമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? റോമൻ പൗരനായിരിക്കുന്ന ഒരാൾ ലോകത്തിന്റെ എവിടെ സഞ്ചരിച്ചാലും അവന് സുരക്ഷിതത്വമുണ്ട്. ആരും അവനെ തൊടാറില്ല, നിയമപരമായിട്ട് പരിരക്ഷയുണ്ട്. അതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. പൗലോസ് കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് ഞങ്ങൾ റോമൻ പൗരന്മാരായിരുന്നു, നിങ്ങൾ വിചാരണ കൂടാതെ ഞങ്ങളെ ഇങ്ങനെ ആരും കാണാതെ പുറത്തു കളയാൻ ശ്രമിക്കുകയാണോ? അപ്പോഴവർ ഭയപ്പെട്ടു പോയി.
ആഴം വലിയ വലുപ്പമുള്ളതായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ആ രാജ്യത്തിന്റെ ഒരു അംഗമായി തീരുക എന്ന് പറഞ്ഞാലുള്ള വില ഭയങ്കരമാണ്. ഈ രാജ്യത്ത് തന്നെ ഈ രാജ്യത്തെ ഒരു പൗരത്വം കിട്ടിയാലുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. ഗവൺമെന്റ് ഇങ്ങോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇതിന് ജോലി ഒന്നും ചെയ്യേണ്ട കാര്യം ഇല്ല. സാധാരണ കാര്യം പല നിലയിൽ വീടുകൾ ഇവിടെ ഉള്ള പൗരന്മാർക്ക് വെച്ചു കൊടുക്കുന്ന വീടുകൾ ഭയങ്കരമാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ചോദിച്ചു ഒന്നിന്റെ കാര്യങ്ങൾ ഇവയോടൊക്കെ ചോദിച്ചായിരുന്നു. ക്യാമ്പുകളുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാമത് ചോദിച്ചൊരു കാര്യം ഗ്രാമങ്ങളുണ്ടോ എന്നാ ചോദിച്ചത്. ഇവർ പറഞ്ഞ ഇവിടെ ഗ്രാമങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. കാരണം ഈ രാജ്യത്തിലെ അംഗങ്ങളായിട്ടുള്ളവരെ അവരങ്ങനെ പാർപ്പിക്കുന്നില്ല. പാർപ്പിക്കുന്നത് മോശമായതുകൊണ്ട് അവർ ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ പാർപ്പിക്കുകയും. അപ്പോൾ അത് വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. എന്താ അവിടെ സംഭവിച്ചത്? അങ്ങോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ റോമൻ പൗരത്വം പറഞ്ഞു, സാമ്രാജ്യം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പൗരത്വം നൽകിയേക്കാം. അപ്പോൾ നോക്കിയാട്ടെ, ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോഴും ദൈവത്തിന്റെ മുമ്പാകെ കർത്താവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുവാൻ ഒരാൾ തയ്യാറാകുമ്പോൾ അവന് ദൈവം കൊടുക്കുന്ന പ്രത്യുപകാരമാണ്, സമ്മാനമാണ്. ഒന്ന്, ദൈവ പൈതലാകാനുള്ള അവകാശം. രണ്ട്, ദൈവരാജ്യത്തിന്റെ അംഗമായി തുടരാനുള്ള അവകാശം. ഞാൻ വേഗത്തിൽ പറയുന്നുണ്ട്. എന്തിനാ കർത്താവ് നമ്മെ വിളിച്ചത്? ഇത് പറഞ്ഞു തന്നെയാണ്. എന്തിനാ കർത്താവ് നമ്മെ വിളിച്ചത്? ഇടയ്ക്ക് ഉറപ്പിച്ചു പോകാൻ വേണ്ടിയാണ്. നിത്യജീവൻ കരഗതമാക്കാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചത്. മറ്റു കാര്യങ്ങളെല്ലാം സെക്കൻഡറിയാണ്. അതിലേക്ക് ഞാൻ കടന്നു, എനിക്ക് സമയം പോകുന്നത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എയിം ഓഫ് എവറി പേഴ്സൺ ഷുഡ് ബി റിസീവിംഗ് the eternal life. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരിക്കലും അക്ഷരികമല്ല, അത് ആത്മീയ രാജ്യം. ഇതിന്റെ ഒരു നിർവചനം വേദോസം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും തന്നെ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും തന്നെ. യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിന്റെ കാതൽ ദൈവരാജ്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ ആ സന്തോഷം, സത്വത്തോളം എല്ലാവർക്കും പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. യേശുവിന്റെ പ്രസംഗത്തിന്റെ കാതലാകുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇനി വേദപുസ്തകത്തിന്റെ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കോട്ട് ചെയ്തൊക്കെ പ്രസംഗിച്ചാലും ആ ഭാഗം മറച്ചു വെക്കാതെ പ്രസംഗിക്കാൻ കഴിയത്തില്ല. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഭാഗത്ത് വായിക്കുന്നത്? യോഹന്നാൻ തടവിലായ ശേഷമാണ് യേശു പ്രസംഗം, ദൈവരാജ്യത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. എന്താണ് അവിടെ കാണുന്നത്? ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കും, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്താണ് യേശുവിന്റെ പ്രസംഗം? 14-ാം വാക്യം പറയുന്നു, ദൈവരാജ്യമായിരുന്നു യേശു പ്രസംഗിച്ചത്, ദൈവരാജ്യമായിരുന്നു യേശു പ്രഖ്യാപിച്ചത്. തന്റെ രാജ്യത്തെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് നമുക്ക് തിരുവനന്തപുരത്തിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് യേശു പറയുക, കാലം തികഞ്ഞു, ദൈവത്തിന്റെ രാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഈ ബേസിക് ആയിട്ടുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തിന് വിരുദ്ധമായിട്ട് മാറ്റമൊന്നുമില്ല, അതിനെ കവിയാൻ മാറ്റമൊന്നുമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം.
പട്ടണം തോറും സഞ്ചരിച്ചു. അവരോടുകൂടെ 10 പേരും ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുന്ന ചില സ്ത്രീകളും 7 കൂട്ടം വിട്ടുപോയ കുതിരക്കാർക്കും മറിയയും ഹിരതാവിന്റെ കാര്യവിചാരകനായ കുട്ടിയുടെ ഭാര്യയായി യോഹന്നെയും ശുശ്രൂഷനെയും തങ്ങളുടെ വസ്തുവ കൊണ്ട് അവർ ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പലസ്ത്രീകളും ഉണ്ടായിരുന്നു. അനന്തരം യേശു ദൈവരാജ്യം പ്രസംഗിച്ചു സുവിശേഷിച്ചുകൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. യേശു പട്ടണങ്ങൾ തോറും സഞ്ചരിച്ചപ്പോൾ യേശു ക്രിസ്തു ഉയർത്തി വിളിച്ചു പറഞ്ഞ ഒരു കാര്യം ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. എന്താ ദൈവരാജ്യത്തിൽ സംഭവിച്ചത്? അവിടെ വായിക്കുന്നു 2-ാം വാക്യത്തിൽ, അവനോടുകൂടെ 10 പേരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തി ചില സ്ത്രീകളും ഭൂതങ്ങൾ വിട്ടുപോയവരും തുടങ്ങി വലിയൊരു നിരയുണ്ടായിരുന്നു. ദൈവരാജ്യത്തിൽ അംഗമാകാനായിട്ട് ദൈവം ആഗ്രഹിച്ചത് പരിശുദ്ധന്മാരെന്ന് എഴുതപ്പെടുന്നവരെയും നീതിമാന്മാരെന്ന് പുറത്ത് എഴുതി വെച്ച് നടക്കുന്നവരെയും ആമേൻ പ്രമാണങ്ങളും ആചാരങ്ങളും നന്നായി അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്നവരെ അല്ല ആമേൻ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാക്കിയത്. കർത്താവിന് വേദവൃത്തമില്ലായിരുന്നു. ന്യായശാസ്ത്രിയാണെങ്കിലും പരീക്ഷനാണെങ്കിലും ആമേൻ സദൂക്യനാണെങ്കിലും അന്നത്തെ ഭൂതബാധിതരാണെങ്കിലും പാപികളാണെങ്കിലും ചുങ്കക്കാരാണെങ്കിലും ദൈവരാജ്യത്തിൽ അംഗമാകാൻ ഒരു ആഗ്രഹിച്ച ആമേൻ അവനെ വിശ്വസിക്കാൻ ഒരുവൻ തയ്യാറാകുമ്പോൾ, കൈക്കൊള്ളുവാൻ ഒരുവൻ തയ്യാറാകുമ്പോൾ അവർ ദൈവമക്കളാകുമെന്ന അധികാരം യേശു കൊടുത്തു എന്നുള്ളതാണ് ഈ ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ഈ രാത്രി അനുഭവിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കണം. ആ പ്രത്യാശയുള്ളവർക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. അതിന്റെ 9-ാം അധ്യായം 2-11 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു വന്നത്. ശിഷ്യന്മാരെ യേശു അയക്കുന്നത് വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്, വളരെ കൃത്യമായ പദ്ധതിയോടുകൂടിയാണ്. യേശു ശിഷ്യന്മാരെ അയച്ചത് ദൈവരാജ്യം പ്രസംഗിക്കുവാനാണ്. പൗലോസ് പറയുന്നു, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ക്രൂശിന്റെ വചനം ഞാൻ പ്രസംഗിക്കുവാനായിട്ടാണ് എന്നെ ദൈവം വിളിച്ചതെന്ന് പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു. അന്ന് 12 ശിഷ്യന്മാരെയും പിന്നീട് അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായിരുന്ന പൗലോസിനെയും യേശു വിളിച്ചു വേർതിരിച്ച് നിയോഗിച്ചയച്ചത് ഈ ദൈവരാജ്യം ജനങ്ങളുടെ ഇടയിൽ പ്രഖ്യാപിക്കുവാനായിട്ടായിരുന്നു. യാതൊരു സംശയമില്ലെന്ന്. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും. ശ്രദ്ധിച്ചാട്ടെ, യേശു ഇവരെ പറഞ്ഞയക്കുമ്പോൾ അങ്ങനെ വളരെ ഉറപ്പോടുകൂടി പറഞ്ഞയക്കുക, ദൈവരാജ്യത്തിൽ രോഗികൾക്കുള്ള സൗഖ്യമുണ്ട്, ദൈവരാജ്യത്തിൽ സന്തോഷമുണ്ട്. അതിൽ 6-ാം വാക്യം പറയുന്നു, അവർ പുറപ്പെട്ട എങ്ങും സുവിശേഷിച്ചു രോഗികളെ സൗഖ്യമാക്കി ഊരുതോറും സഞ്ചരിച്ചു. വിടുതലിന്റെ ശബ്ദമുള്ളതാണ് ദൈവരാജ്യം. സന്തോഷിക്കാമോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു കാര്യത്തിൽ പറഞ്ഞാൽ കർത്താവിന് കരുതലുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. ദൈവരാജ്യത്തിന്റെ അംഗമായ ഒരാളെ കുറിച്ച് കർത്താവിന് കരുതലുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ടാകണം, ഞാൻ ആ രാജ്യത്തിലെ അംഗമാണെന്നുള്ളൊരു ഉറപ്പ് ഒരാൾക്ക് ഉണ്ടായാൽ മതി. ഉറപ്പാണ്, ഓക്കെയാണ്. യേശു പറഞ്ഞ ഒരുപാട് കാര്യം. 9-ാം അധ്യായം 62-ാമത്തെ വാക്യം എന്താണ് അവിടെ പറയുന്നത്? ദൈവരാജ്യത്തിൽ അംഗമാകാൻ കഴിയാത്തവരെ കുറിച്ച് യേശു പറയുന്നു. അവനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവമക്കളാകുവാൻ അധികാരം നൽകി യേശു പറയുകയാണ്. എന്താണ് ദൈവരാജ്യത്തിൽ അംഗമാകാൻ കഴിയാത്തവരെ കുറിച്ച് പറയുന്നു? യേശുവിനെ കൈക്കൊണ്ട ശേഷം, കറുപ്പിക്ക് കൈവച്ച ശേഷം എന്ന് പറഞ്ഞ അർത്ഥം, യേശുവിനെ കൈക്കൊണ്ട ശേഷം യേശുവിന്റെ മൂല്യം ഇടിച്ച് കാണുന്നവർക്ക് ഈ ദൈവരാജ്യത്തിന്റെ അവകാശമാകാൻ കഴിയത്തില്ല. ദൈവരാജ്യത്തിന്റെയും ദൈവസഭയുടെയും ദൈവമക്കളുടെയും കൂട്ടായ്മയുടെയും മൂല്യം ഒരാൾ ഇടിച്ചു കളഞ്ഞാൽ അവർക്ക് പിന്നെ ഇതിന്റെ അംശങ്ങളായി തുടരാൻ തിരുവചനം അവകാശവും അധികാരവും നൽകുന്നില്ല. ധനവന്മാരെ കുറിച്ച് പറയുമ്പോഴും നമുക്കത് കാണാൻ കഴിയുന്നു.
മത്തായി സുവിശേഷം 19-ാം അധ്യായം 24-ാം വാക്യം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയുടെ കടക്കുന്നത് എളുപ്പമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. എന്തുകൊണ്ടാണ് ധനവാന്മാരെ കുറിച്ച് പറഞ്ഞതറിയാമോ? അന്നത്തെ കാലത്തെ ധനവാന്മാർ യേശുവിനെ കൈക്കൊള്ളാത്തവരെ കുറിച്ചാണ് പറയുന്നത്. അവർ തങ്ങളുടെ ധനത്തിൽ മാത്രം ആശ്രയിച്ചവരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കൺവെൻഷനിൽ പറഞ്ഞതുപോലെ ഹെഡോണിസ്റ്റുകൾ, എപ്പിക്യൂറിയനിസ്റ്റുകൾ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക, അതിനപ്പുറം ഒരു ചിന്തയില്ലായിരുന്നു. അവർ ചിന്തിച്ചത് ധനം കൊണ്ട് തങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാം എന്ന് ചിന്തിച്ച മൂഢന്മാരായിരുന്നു. അവരെ നോക്കി യേശു പറയുന്നത്, ധനം കൊണ്ട് ഒരുപക്ഷെ ഇവിടെയുള്ള ചന്തസ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മാന്യത ലഭിച്ചേക്കാം, പള്ളികളിൽ മാന്യത ലഭിച്ചേക്കാം, സമൂഹത്തിൽ മാന്യത ലഭിച്ചേക്കാം. പക്ഷേ സ്വർഗരാജ്യത്തിൽ ഒരിക്കലും ആ മാന്യത ലഭിക്കത്തില്ല. ധനവാനായതുകൊണ്ടല്ല, ധനത്തിൽ മാത്രം അവൻ ആശ്രയിച്ചത്. ഒരുവൻ ധനവാനായി ജനിക്കുന്നത് തെറ്റാണോ? അല്ല. ധനം നൽകുന്നത് തെറ്റാണോ? അല്ല. പക്ഷേ അതാണ് നമ്മളുടെ ആശ്രയമെങ്കിൽ അവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതിനേക്കാൾ. ചില സമയങ്ങളിൽ ഇപ്പോൾ സൂചി ഒട്ടകത്തിന്റെയും സൂചിക്കുഴികളുടെയും പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇന്നത്തെ ആൾക്കാരാണെങ്കിൽ ഒട്ടകം ചെറുതാക്കാതെ സൂചിക്കുഴി എന്ത് ചെയ്യുന്നു? വലുതാക്കി അതിലൂടെ അപ്പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യം. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റ ശേഷം ചെയ്ത കാര്യത്തിന്റെ രത്നചുരുക്കമാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ കാണുന്നത്. എന്താണ് വളരെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്താണ് അവിടെ വ്യക്തമാക്കുന്നത്? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 40 നാളോളം യേശുവിന് പങ്കുവെക്കാൻ മറ്റൊരു കാര്യവുമില്ലായിരുന്നു. യേശു പങ്കുവെച്ചത് മറ്റൊന്നുമല്ല, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അതിനുശേഷമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചെല്ലാം പറയുന്നത്. അതുതന്നെയാണ് നമ്മൾ ദൈവരാജ്യത്തിന്റെ നിർവചനം വായിച്ചപ്പോൾ കാണുന്നത്. പരിശുദ്ധാത്മാവിൽ സന്തോഷവും തന്നെ. നീതിയിൽ തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ നിലനിൽക്കുന്നതാണ് ദൈവരാജ്യത്തിന്റെ ആകെ തുകയെന്ന് ഈ ഒരു ഭാഗത്തിലൂടെ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ദൈവരാജ്യത്തിൽ കടക്കാനുള്ള പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? ആർക്കാണ് യോഗ്യതകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഇവിടെ ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വളരെ നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ കമ്പനിയുടെ മാനേജേഴ്സ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. തുടങ്ങി വിവിധ നിലകളിൽ റിക്രൂട്ട്മെന്റ് ലെവലിൽ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നേക്കാം. നിങ്ങൾക്കറിയാം, ഏത് കമ്പനിയിൽ ഒരാൾ പ്രവേശിക്കണമെങ്കിലും അവർ ഒരു ക്വാളിഫിക്കേഷൻ ലിസ്റ്റ് കൊടുക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് അതാ. അത് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പോലും കഴിയത്തുള്ളൂ. ഇവിടെ വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകും. നമുക്കറിയാവുന്ന ഭാഗമായതുകൊണ്ട് അതിൽ ഒത്തിരി നേരെ ഇന്ന് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഒന്നാമത്തെ ലളിതമായ കാര്യം നാം ആദ്യം വായിച്ച ആ ഭാഗം തന്നെയാണ്. പക്ഷെ മറ്റൊരു വാക്യത്തിലാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. മാനസാന്തരപ്പെടുക, വീണ്ടും ജനിക്കുക. ഒന്നാമത്തെ യോഗ്യത, ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു വീണ്ടും ജനിക്കുന്നവൻ ആയിരിക്കണം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം തന്നെ 2-ാം അധ്യായം അതിന്റെ 37 മുതൽ ഉള്ള 37-38 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഒന്ന് വായിക്കും. 37-38. ഇത് കേട്ടിട്ട് അവൻ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം
സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. നോക്കൂ, ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് തങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയത്തില്ലെന്ന് കൃത്യമായി മനസ്സിലാക്കിയ അവിടെ പെന്തക്കോസ്ത് പെരുന്നാളിനായി യെരൂശലേമിൽ കൂടി വന്ന 3000-ലധികം വരുന്ന ജനങ്ങൾ. പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏകദേശം ഈ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ സമയത്ത് 20 ലക്ഷത്തോളം ആൾക്കാർ ആ രാജ്യത്ത് വരുമായിരുന്നു എന്നാണ്. 20 ലക്ഷത്തോളം പേര് വന്നെങ്കിലും ഇവിടെ കൂടി വന്നവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ. എല്ലാവർക്കും കുത്തുകൊണ്ടില്ല, എല്ലാവർക്കും ഈ വചനം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ. അവർ ചോദിക്കുക, എന്താണ് ചോദിക്കുന്നത്? ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് പറയുക, ഇന്നും ഇത് പ്രസക്തമാണ്. നമ്മളുടെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കർത്താവ് ചോദിക്കുമ്പോൾ പറയുന്നത് ഇതാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഒന്നാമതായി മാനസാന്തരം ഉണ്ടാകണം. ഹൃദയത്തിൽ കുത്തുകൊണ്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് മാനസാന്തരം, അല്ലെങ്കിൽ വീണ്ടും ജനനം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ ഇതിന്റെ മറ്റൊരു പശ്ചാത്തലം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ കൊടുക്കുന്നതും നിക്കോദിമോസ് എന്ന പള്ളി പ്രമാണിയായ ഒരാൾ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ഭാഗം ഒന്ന് വായിക്കും. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദെമോസ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. രാത്രി അവന്റെ അടുത്ത് വന്നവനോട്, റബി, നീ ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുന്നില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് പറയുകയാണ്. അതിന് നിക്കോദിമോസ് നൽകുന്ന ഉത്തരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്താണ് നിക്കോദിമോസ്? വളരെ നന്നായി പ്രമാണങ്ങളും അതുപോലെ തന്നെ വചനവും പഠിച്ച് ഈ മനുഷ്യൻ തിരിച്ചു ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിക്കോദിമോസ് എന്ന് പറയുന്ന വളരെ ബുദ്ധിയുള്ള ഈ മനുഷ്യൻ പോലും യേശുക്രിസ്തു വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ അർത്ഥമാക്കിയത് ഇങ്ങനെയാണ്: ഞാൻ ഇപ്പോൾ വീണ്ടും പോയി അമ്മയുടെ ഉദരത്തിലൂടെ ജനിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ദൈവരാജ്യം ലഭിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ യേശു അർത്ഥമാക്കിയത് ഇങ്ങനെയാണ്: ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലൂടെ പുറത്തു വരുന്നത് പോലെ ഒരാൾ താൻ പാപിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഉദരത്തിലൂടെ പുറത്തു വരണം, ദൈവത്തിലൂടെ പുറത്തു വരണം. ഒരുവൻ ദൈവത്തിൽ നിന്നും ജനിക്കുമ്പോൾ മാത്രമേ അവനെ ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രി എന്ന് വിളിക്കാൻ കഴിയത്തുള്ളൂ. ഒരാൾ ദൈവത്തിലൂടെ ജനിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് അവന് ലഭിക്കുന്ന ഒരു പദവി. അവന് ഈ പദവി ലഭിക്കുന്നത് ദൈവത്തിന്റെ പൈതൽ എന്ന പദവി ലഭിക്കും. എനിക്കറിയാം, ഇന്ന് പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പൈതലായി തീരുവാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യ പദവി ഓർത്ത് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 15-ാം വാക്യം വേഗത്തിൽ വായിച്ചു. ദൈവരാജ്യത്തെ ശിശുവെന്ന പോലെ കൈക്കൊള്ളാത്തവനായും ഒരു നാളും അത് കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. മത്തായിയുടെ സുവിശേഷം 21-ന്റെ 28 വായിച്ചു.